അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഫിഖ്ഹിലെ 3ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അത്തഹാറത്തു, ശുദ്ധി എന്നർത്ഥം വരുന്ന പാഠമാണ്. പാഠത്തിൽ പറയുന്നത് എന്താണ് മുത്തലക്കായ വെള്ളം, മുത്തനജ്ജിസായ വെള്ളം, അതുപോലെ മുസ്തഅമലായ വെള്ളം. ആദ്യമായി ആയത്താ കൊടുത്തത് ഖാല തആല, അല്ലാഹു പറഞ്ഞു, وأنزلنا من السماء ماء طهورا فيه رجال يحبون أن يتطهروا والله يحب المطهرين. എന്നതിന്റെ അർത്ഥം وأنزلنا من السماء ماء طهورا, അല്ലാഹു പറയുന്നു, നാം ആകാശത്തിൽ നിന്ന് ശുദ്ധജലം ഇറക്കി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധി വരുത്താൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടിവിടെ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല ഈ ആയത്തിലൂടെ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. ഇനി നോക്കൂ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുദ്ധിയില്ലാതെയുള്ള നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇനി അത്തഹാറത്തു, എന്താണ് തഹാറത്ത് എന്ന് പറഞ്ഞാൽ റഫ്ഉൽ മൻഇൽ മുതറത്തബി അലൽ ഹദസി അവിൽ ഖുബുസി, അശുദ്ധിയുടെ മേലിലോ നജസിന്റെ മേലിലോ തുടർന്നു വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. വൽ ഹദസ് നൗആനി അസ്ഗറു വ അക്ബറു, അശുദ്ധി രണ്ട് വിധം, ഒന്ന് ചെറിയ അശുദ്ധി, മറ്റൊന്ന് വലിയ ശുദ്ധി. ഫത്തഹാറത്തു അനിൽ അസ്ഗരി അൽ വുളൂഉ, ചെറിയ അശുദ്ധിയിട്ടിട്ടുള്ള ശുദ്ധീകരണം വുളൂ ആണ്. വ അനിൽ അക്ബരി അൽ ഗുസ്ലു, വലിയ അശുദ്ധിയിട്ടിട്ടുള്ള ശുദ്ധീകരണം കുളിയുമാണ്. വൽ ഖുബുസു അൻ നജസു, ഇവിടെ പറഞ്ഞ ഖുബുസിന്റെ മീനിങ് അൻ നജസു എന്നാണ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് അൽ മാ ഉൽ മുത്തലഖ്, മുത്തലക്കായ വെള്ളം, ഒരു ഉപാധിയില്ലാത്ത വെള്ളം. ഇഷ്തർതു ലികുല്ലി തൊഹാറത്തിൻ മാ ഉൻ തൊഹൂറുൻ, എല്ലാ ശുദ്ധീകരണത്തിനും ശുദ്ധിയുള്ള വെള്ളം നിബന്ധനയാണ്. വഹുവ അത്താഹിറു ഫീ നഫ്സിഹി വൽ മുതഹ്ഹറു ലിഗൈരിഹി, എന്താണ് തൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. വയുഖാലു ലഹുൽ മാഉൽ മുത്ലഖ്, ഈ തഹൂറായ വെള്ളത്തിന് മാഉൽ മുത്ലഖ് എന്നും പേര് പറയപ്പെടും. വഹുവ മാ യഖഉ അലൈഹി ഇസ്മുൽ മാഇ ബിലാ ഖൈദിൻ കമാഇൽ ബഹരി വമാഇൽ മതരി. എന്താണ് മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം, മഴവെള്ളം പോലെയുള്ള ഒരു ഉപാധിയില്ലാതെ വെള്ളമെന്ന് പേര് പറയാൻ പറ്റുന്നതിനാണ്. ബിഖിലാഫി നഹ്വി ഷായ്, ചായ പോലോത്തതിനെതിരായി. ചായ ശുദ്ധിയുള്ളതാണെങ്കിലും എന്തല്ല, അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കൂല, അതുകൊണ്ട് തൊഹൂറായ വെള്ളം അല്ല, മറിച്ച് ത്വാഹിറാണ്. ഫലാ യക്ഫിൽ മുതനജ്ജിസു വലൽ മുതഗയ്യിറു വലൽ മുസ്തഅമലു, അതുകൊണ്ട് തന്നെ മുതനജ്ജിസായ വെള്ളം, പകർച്ചയായ വെള്ളം, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, ഇവ കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുന്നതല്ല. അമ്മൽ മുതഗയ്യിറു തഗയ്യുറൻ ഖലീലൻ ബിമുഖാലിത്തിൻ ത്വാഹിരിൻ യുംകിനു സൗനുൽ മാഇ അൻഹു കൽമിദാദി ഫലാ യദുറു. എന്താ പറഞ്ഞത്? അമ്മൽ മുതഗയ്യിറു തഗയ്യുറൻ ഖലീലൻ, അപ്പോൾ ചെറിയ പകർച്ച കൊണ്ട് പകർച്ചയായത്, ബിമുഖാലിത്തിൻ ത്വാഹിരിൻ, ശുദ്ധിയുള്ള ഉടഞ്ഞു ചേരുന്ന വസ്തു, യുംകിനു സൗനുൽ മാഇ അൻഹു, അതിനെ തൊട്ട് വെള്ളത്തെ സംരക്ഷിക്കാൻ സാധ്യമാകുന്ന, കൽമിദാദി, മഷി പോലെ, അത് വിരോധമില്ല. മഷി പോലെയുള്ള വെള്ളത്തെ സംരക്ഷിക്കാൻ സാധ്യമാകുന്ന ത്വാഹിർ ഉടഞ്ഞു ചേരുന്നത് കൊണ്ട് കുറഞ്ഞ രൂപത്തിൽ പകർച്ചയായാൽ ആ വെള്ളം കൊണ്ട് വിരോധമില്ല. വകദാ തഗയ്യുറുൻ കസീറുൻ ബിമുഖാലിത്തിൻ ലാ യുംകിനു സൗനുൽ മാഇ അൻഹു കതീനിൻ വതുഹ്ലബിൻ, അതുപോലെ തന്നെയാണ് ചെളി, കൊളച്ചണ്ടി പോലെ
വെള്ളത്തെ സംരക്ഷിക്കാൻ സാധ്യമാകാത്ത ഉടഞ്ഞു ചേരുന്നത് കൊണ്ട് അധികമായി പകർച്ചയായതും ഒബിത്തൂലി മുക്സിൻ ദീർഘകാലം കെട്ടിനിൽക്കൽ കൊണ്ടും ഔ ബി ഔറാഖിൻ മുത്തനാസിറത്തിൻ ഉതിർന്നു വീഴുന്ന ഇലകൾ കൊണ്ടും ഔ ബി മുജാവിരിൻ കദ്ഹുനിൻ എണ്ണ പോലെ അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ കൊണ്ടും വെള്ളം അധികമായി പകർച്ചയായതും ശുദ്ധിയാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധ്യമാണ് എന്നർത്ഥം. ഇനി നെക്സ്റ്റ് ഹെഡിങ് അൽ മാ ഉൽ മുത്തനജ്ജിസ്, മുത്തനജ്ജിസായ വെള്ളം. അൽ മാ ഉ ഇദാ ബലാ കുല്ലത്തൈനി ഫഹുവ കസീറുൻ വ ഇല്ലാ ഫഹുവ ഖലീലുൻ. 2 കുല്ലത്ത് വെള്ളമെത്തിയാൽ അത് അധികരിച്ച വെള്ളമാണ്, അതല്ല എങ്കിൽ അത് കുറഞ്ഞ വെള്ളമാണ്. വൽ കസീറു ലാ യൻജുസു ബി മുലാഖാത്തി നജസിൻ ഇല്ലം യതഗയ്യർ ബിഹി. അധിക വെള്ളത്തിൽ നജസ് തട്ടിയാൽ പകർച്ച വന്നിട്ടില്ലെങ്കിൽ ആ വെള്ളം നജസല്ല. വൽ ഖലീലു യൻജുസു ബി മുലാഖാത്തി നജസിൻ വ ഇല്ലം യതഗയ്യർ. കുറഞ്ഞ വെള്ളത്തിൽ നജസ് തട്ടിയാൽ അത് പകർച്ചയായിട്ടില്ലെങ്കിലും ആ വെള്ളം നജസാകുന്നതാണ്. ഫഇൻ കസുറ ബിലാ തഗയ്യുരിൻ ഫതഹൂറുൻ. അപ്പോൾ പകർച്ചയില്ലാത്ത അധിക വെള്ളം അത് ശുദ്ധിയാണ്. വത്തഗയ്യുറുൽ മുഅസ്സിറു ഹുവ തഗയ്യുറു തഅമിഹി ഔ റീഹിഹി ഔ ലൗനിഹി. വത്തഗയ്യുറുൽ മുഅസ്സിറു പ്രശ്നക്കാരിയായ പകർച്ച എന്നാൽ എന്ത്? വത്തഗയ്യുറുൽ മുഅസ്സിറു പ്രശ്നക്കാരിയായ പകർച്ച ഹുവ തഗയ്യുറു തഅമിഹി അതിൻ്റെ രുചി പകർച്ചയാവലാണ്, ഔ റീഹിഹി അതിൻ്റെ വാസന പകർച്ചയാവലാണ്, ഔ ലൗനിഹി അല്ലെങ്കിൽ അതിൻ്റെ നിറം പകർച്ചയാവലാണ്. വൽ കുല്ലത്താനി ബിൽ വസ്നി തൂക്കത്തിൽ 2 കുല്ലത്ത് 191 കിലോഗ്രാം 191 കിലോഗ്രാമാണ്. വബിൽ കൈലി അളത്തത്തിൽ 2 കുല്ലത്ത് 191 ലിറ്ററാണ്. തക്രീബൻ ഏകദേശം 191 ലിറ്ററാണ്. വബിൽ മിസാഹത്തി കോലളവ് പ്രകാരം ഫിൽ മുറബ്ബഇ ചതുരാകൃതിയിൽ കോലളവ് പ്രകാരം സിറാഉൻ വറബ്ഉൻ തൂലൻ വഅർളൻ വഉംകൻ 1.25 മുഴം നീളവും ആഴവും വീതിയുമുള്ളത്. വഫിൽ മുദവ്വരി സിറാഉൻ അർളൻ വദിറാഅനി വനിസ്ഫുൻ ഉംക. വൃത്താകൃതിയിൽ 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ മുഴം വീതിയും 2.5 മുഴം ആഴവുമാണ്. അൽ മാ ഉൽ മുസ്തഅമലു. ഇനി എന്താണ് മുസ്തഅമലായ വെള്ളം? ഇന്നമാ യസ്ബുതു ഹുക്മുൽ ഇസ്തിഅമാലി ബി 4 ശുറൂത്തിൻ. 4 നിബന്ധനകളോട് കൂടെയാണ് മുസ്തഅമലായ വെള്ളത്തിന്റെ വിധി സ്ഥിരപ്പെടുന്നത്. അൽ അവ്വലു ഒന്നാമത്തത് കൗനുൽ മാഇ ദൂനൽ ഖുല്ലത്തൈനി 2 കുല്ലത്തിന്റെ താഴെയുള്ള വെള്ളമായിരിക്കുക. വസാനി രണ്ടാമത്തത് ഇസ്തിമാലഹു ഫി ഫർലിൻ അതിനെ ഫർലിൽ ഉപയോഗിക്കപ്പെടുക. ഫലൗ ജമിഅൽ മുസ്തഅമലു ഫബലാ കുല്ലത്തൈനി അതുകൊണ്ട് തന്നെ മുസ്തഅമലായ വെള്ളം അഥവാ ഫർലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കുല്ലത്ത് ഒരുമിച്ച് കൂട്ടിയാൽ 2 കുല്ലത്താക്കിയാൽ ഔ കാന മുസ്തഅമലൻ ഫി നഫ്ലിൻ കൽ ഗസ്ലത്തി സാനിയത്തി അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ കഴുകുന്നത് പോലെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിൽ ഫതഹൂർ അത് ശുദ്ധിയാണ്. വസാലിസു മൂന്നാമത്തത് ഇൻഫിസാലുഹു അനിൽ ഉളുവി വലൗ ഹുക്മൻ മതവിധിയിലാണെങ്കിലും വെള്ളം അവയവത്തിൽ നിന്ന് വേർപിരിയുക. കഅൻ ജാവസ മങ്കിബൽ മുത്തവല്ലി ഔ റുക്ബത്തിഹി ഇതുപോലെ ഉളുവെടുക്കുന്നവന്റെ ചുമലിൽ നിന്നോ മുട്ടിൻകാലിൽ നിന്നോ വരുന്ന വെള്ളം. വലാക്കിൻ എങ്കിലും ലാ യൽറുർ ഇൻഫിസാലുഹു മിനൽ കഫ്ഫി ഇല സായിദി എന്നിരുന്നാലും മുൻകൈയിൽ നിന്ന് തണ്ടൻ കൈയിലേക്ക് വേർപിരിയുന്നത് കൊണ്ട് അത് വിരോധമില്ല. നാലാമത്തത്
അദമു നിയ്യത്തിൽ ഇഗ്തിറാഫ്, കോരുക എന്ന നിയ്യത്ത് കരുതുക, കോരുക എന്ന് കരുതാതിരിക്കുക, കോരലിനെ കരുതാതിരിക്കുക. അതായത് 2 കൊല്ലത്തെ താഴെ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ എന്ത് കരുതണം? ഞാൻ വെള്ളം കോരിയെടുക്കുന്നു എന്ന് കരുതണം. അത് കരുതിയിട്ടില്ലെങ്കിൽ അത് മുസ്തഅമലാവും. ഓ മഹല്ലു, ഇനി എപ്പോഴാണത് കരുതേണ്ടതെന്നുള്ളതാണ്. ഓ മഹല്ലു നിയ്യത്തുൽ ഇഅ്തിറാഫി ഫിൽ വുളൂഇ, വുളൂഇൽ കോരിയെടുക്കൽ നിയ്യത്ത് വെക്കേണ്ടത് ബഅദ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകിയതിന് ശേഷം. മുഖം കഴുകിയിട്ട് അടുത്ത അവയം കഴുകുമ്പോൾ, അടുത്ത അവയം കഴുകാൻ വേണ്ടി കോരിയെടുക്കുമ്പോൾ കോരിയെടുക്കുന്നു നിയ്യത്ത് ചെയ്യണം. വഫിൽ ഗുസ്ലി ബഅദ നിയ്യത്തിൽ ജുനുബി, കുളിയിൽ ജനാബത്തുകാരൻ നിയ്യത്ത് ചെയ്തതിന് ശേഷമാണ്, കുളിയിൽ ജനാബത്തിന്റെ നിയ്യത്തിന് ശേഷമാണ് കോരിയെടുക്കുന്നു എന്ന് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഫലൗ അദ്ഖലൽ മുതതഹിർ യദഹു ഫിൽ മാഇൽ ഖലീലി, കുറഞ്ഞ വെള്ളത്തിൽ ശുദ്ധീകരിക്കുന്നവൻ അവന്റെ കൈയിട്ടാൽ ബിഗൈരി നിയ്യത്തി ഇഅ്തിറാഫിൻ, കോരിയെടുക്കുന്നു എന്ന് കരുതാതെ, ഇപ്പോ കോരിയെടുക്കുന്നു എന്ന് കരുതാതെ ഉറഞ്ഞ വെള്ളത്തിൽ അവന്റെ കൈ പ്രവേശിപ്പിച്ചാൽ സ്വാറൽ മാഉ മുസ്തഅമലൻ, ആ വെള്ളം മുസ്തഅമലാകുന്നതാണ്, പിന്നീട് ശുദ്ധീകരിക്കാൻ പറ്റുന്നതല്ല. ഇനി എങ്ങനെയാണ്, എപ്പോഴാണ് മുസ്തഅമൽ കണക്കാക്കപ്പെടുന്നുള്ളതാണ്. വൽ മുസ്തഅമൽ യുഖദ്ദറു ത്വാഹിറൻ മുഖാലിഫൻ ലിൽ മാഇ ഫീ സിഫാതിഹി ഇദാ വഖഅ ഫിൽ മാഇൽ ഖലീലി ഫഇൻ ഗയ്യറഹു ബിഹാദ തഖ്ദീരി ളറ. എന്താ പറഞ്ഞത്? മുസ്തഅമലായ വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ വീണാൽ അതിൻ്റെ വിശേഷണങ്ങളിൽ വെള്ളത്തിനോട് എതിരാകുന്ന അലിഞ്ഞു ചേരുന്ന ശുദ്ധിയുള്ള വസ്തുവായി സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഫഇൻ ഗയ്യറഹു ബിഹാദ തഖ്ദീർ, ഈ സങ്കല്പപ്രകാരം വെള്ളം പകർച്ചയായാൽ ലറ, പ്രശ്നമാണ്. ഇല്ല ഫല, അങ്ങനെയല്ലെങ്കിൽ പ്രശ്നമല്ല. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. നക്തശഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. മത്തൊഹാറത്തു, എന്താണ് ത്വഹാറത്ത്? അശുദ്ധിയുടെ മേലിലോ നജസിന്റെ മേലിലോ തുടർന്നു വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക. രണ്ടാമത്തെ ചോദ്യം, ഉദ്കുർ ശുറൂത്ത സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകൾ വിവരിക്കുക. 5 ഷർത്തുകളാണ്. ഒന്നാമത്തെ ഷർത്ത് അശുദ്ധികൾ നിശുദ്ധിയാവുക, 2 നജസുകൾ നിശുദ്ധിയാവുക, 3 ഔറത്ത് മറക്കുക, 4 സമയമായെന്നറിയുക, 5 ഖിബിലക്ക് മുന്നിടുക. മൂന്നാമത്തെ ചോദ്യം, മൽ മാഉൽ മുത്ലഖു, എന്താണ് മാഉൽ മുത്ലഖ്? കടൽ വെള്ളം, മഴവെള്ളം പോലെ ഒരു ഉപാധിയില്ലാതെ വെള്ളമെന്ന് പേര് പറയാൻ പറ്റുന്നതിനാണ് മാഉൽ മുത്ലഖ് എന്ന് പറയുന്നത്. ചോദ്യം 4, മാ മിഖ്ദാറുൽ ഖുല്ലത്തൈനി ബിൽ വസ്നി വൽ കൈലി, തൂക്കത്തിലും അളവിലും 2 കുല്ലത്തിന്റെ കണക്കത്ര? തൂക്കത്തിൽ 191 കിലോഗ്രാം, അളവില് 191 ലിറ്റർ. അഞ്ചാമത്തെ ചോദ്യം, മുസ്തഅമലാണെന്ന വിധി സ്ഥിരപ്പെടാൻ ചില ഷർത്തുകളുണ്ട്. ഏതെല്ലാം? 1, 2 കുല്ലത്തിന്റെ വെള്ളം 2 കുല്ലത്തിന്റെ താഴെയായിരിക്കുക. 2, ഫർളിൽ ഉപയോഗിക്കുക. 3, വെള്ളം അവയത്തിൽ നിന്ന് വേർപിരിയുക. 4, കോരിയെടുക്കുന്നു എന്ന് കരുതാതിരിക്കുക. ഇനി അടുത്തത് നക്തശഫുൽ ഹുക്മ, വിധി എഴുതാനാണ്. കുന്ത തഗ്തസിലു മുഖ്തലിഫൻ മിനദ് ദൽവി ഫവഖഅത് ഖത്റാത്തുൻ മിനൽ മാഇ മിൻ ജിസ്മിക ഫിദ്ദൽവി ഫമാ ഹുക്മുൽ മാഇൽ മുതബഖാ ഫി. എന്താ പറഞ്ഞത്? ഒരാൾ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ശുദ്ധിയാക്കിയപ്പോൾ ശരീരത്തിൽ നിന്ന് ചില വെള്ളത്തുള്ളികൾ ആ വെള്ളത്തിലേക്ക് വീണാൽ, ആ ബക്കറ്റിലേക്ക് വീണാൽ എന്താണ് വെള്ളത്തിന്റെ, ബാക്കിയുള്ള വെള്ളത്തിന്റെ വിധി? ഉത്തരം, അത് മുസ്തഅമലാണ്. ഇനി അടുത്തത്, നഖ്താർ സ്വഹീഹ വ നുസഹിഉൽ ഖാതിഅ,
ശരി തെരഞ്ഞെടുക്കുക, തെറ്റില്ല തിരുത്താം. 1. മാ ഉൻ നാറജയിൽ തൊഹൂറൻ, തേങ്ങാവെള്ളം തൊഹൂറാണ്, തെറ്റാണ്. അതെന്താണ് പിന്നെ? ത്വാഹിറാണ്. 2. വഖഅത ഫീ ദൽവി മിനൽ മാഇ ഖത്റത്തു മിനൽ ബൗലി ഫഹുവ ത്വഹൂറുൻ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ മൂത്രത്തിന്റെ തുള്ളി വീണു, ഫഹുവ ത്വഹൂർ, ത്വഹൂറാണ് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. എന്താണ് പിന്നെ? അത് ഫഹുവ നജസുൻ, അത് നജസാണ്. 3. തഗയ്യറൽ മാഉ ബിഹുംറത്തിൽ മിദാദി തഗയ്യുറൻ ഖലീലൻ ഫയസിഹു ബിഹിൽ വുളൂഉ, ചുവന്ന മഷി കൊണ്ട് വെള്ളം അല്പം മാറ്റം വന്നു എങ്കിൽ അതുകൊണ്ട് വുളു സഹിയാകും. ശരിയാണ്, വുളു സഹിയാകും. 4. വഖഅ ഫിൽ ഹൗലിൽ കബീരി ദർഖു ത്വയ്രിൻ ഫൽ മാഉ ത്വഹൂറുൻ, വലിയ ജലാശയത്തിൽ പച്ചിക്കഷ്ണം വീണാൽ ആ വെള്ളം ത്വഹൂറാണ്, അത് ശരിയാണ്. 5. ബാലൽ വലദു ഫി ബിർക്കത്തിൻ ഫമാഉൽ ബിർക്കത്തി മുതനജ്ജിസുൻ, ഒരു ആൺകുട്ടി കുളത്തിൽ മൂത്രമൊഴിച്ചാൽ ആ വെള്ളം മുതനജ്ജിസാണ്, അത് തെറ്റാണ്. ശരി എന്താണ്? അത് ത്വഹൂറാണ്. 6. തഗയ്യറ ലൗനു മാഇൽ നഹരി ബിതുറാബിൻ ബിസബ്ബിൽ അംതാരി ഫൽ മാഉ ത്വഹൂറുൻ, മഴ കാരണമായി മണ്ണ് കലങ്ങി വെള്ളം മാറ്റം വന്നു എങ്കിൽ ആ ഫൽ മാഉ ത്വഹൂറുൻ, വെള്ളം ത്വഹൂറാണ്, ശരിയാണ്. 7. ഇദഗ്തറഫൽ മുതവല്ലിഉൽ മാഅ മിൻ ഇനാഇൻ സ്വഗീർ ബിനിയ്യത്തിൽ ഇത്റാഫ് ഫലാ യകൂൻ മുസ്തഅമലൻ, ഒരാൾ കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് ചെറിയ പാത്രത്തിൽ നിന്ന്, കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഉളു എടുത്താൽ ആ വെള്ളം മുസ്തമലാകൂല, അത് ശരിയാണ്. ഇനി അവസാനത്തെ വർക്ക് അൽ വാജിബുൽ മൻസിലി, ഹോംവർക്കാണ്. നക്തുബ് മഖാലത്തൻ അനിൽ മാഇ മിൻ ഫളില്ലാഹി തആല ഫലാ തുസ്രിഫു ഫീ, വെള്ളം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, നിങ്ങളത് അമിതമാക്കരുത് എന്നതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ്, ഒരു പ്രബന്ധം തയ്യാറാക്കാനാണ്. അള്ളാഹു നമുക്ക് ധാരാളം ശുദ്ധിയുള്ള വെള്ളം നൽകട്ടെ. നല്ല ചൂടുള്ള സമയമാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും മഴ പെയ്ത് അവൻ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.